നമസ്കാരം, ഞാൻ വിഷ്ണുപ്രിയ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലാൻഡിന് ഇന്ത്യയിൽ പരമ്പര നേട്ടം. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് 41 റൺസിന്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി പാഴായി. സന്തോഷ് ട്രോഫി കളിക്കാൻ കേരളം അസമിലേക്ക്. 22 അംഗ ടീമിനെ ഇത്തവണയും നയിക്കുന്നത് ജി സഞ്ജു. പ്രതീക്ഷയോടെ താരങ്ങളും ഫുട്ബോൾ പ്രേമികളും. ദേശീയ കളരിപ്പയറ്റ് ലീഗിൽ ചാമ്പ്യന്മാരായി കേരളം. 10 സ്വർണ്ണ മെഡലുകൾ നേടിയാണ് കേരളത്തിന്റെ നേട്ടം. സംസ്ഥാന സീനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജനുവരി 20-ന്. ഒന്നാം സ്ഥാനത്തിനായി മത്സരിക്കുക 14 ജില്ലാ ടീമുകൾ. തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനലിൽ. വാർത്തകൾ വിശദമായി. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ 41 റൺസിന് തോൽപ്പിച്ച് ന്യൂസിലാൻഡ്. ചരിത്രത്തിൽ ആദ്യമായാണ് കിവീസ് ഇന്ത്യയിൽ ഏകദിന പരമ്പര നേടുന്നത്. ഡാരിൽ മിച്ചലിനും ഗ്ലെൻ ഫിലിപ്സിനും വിരാട് കോഹ്ലിക്കും സെഞ്ചുറി. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ 41 റൺസിന് തോൽപ്പിച്ച് ന്യൂസിലാൻഡിന് ചരിത്ര പരമ്പര നേട്ടം. റൺമഴ പെയ്ത ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 131 പന്തിൽ 137 റൺസ് എടുത്ത ഡാരിൽ മിച്ചലിന്റെയും 88 പന്തിൽ 106 റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സിന്റെയും സെഞ്ചുറികളുടെ പിൻബലത്തിൽ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 337 റൺസ് എടുത്തു. പരമ്പരയിൽ മിച്ചലിന്റെ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയായിരുന്നു മൂന്നാം മത്സരത്തിൽ കണ്ടത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 108 പന്തിൽ 124 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെയും 43 പന്തിൽ 52 റൺസ് എടുത്ത ഹർഷിത് റാണയുടെയും 53 റൺസ് എടുത്ത നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ പൊരുതി നോക്കിയെങ്കിലും 46 ഓവറിൽ 296 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലാൻഡിന്റെ ആദ്യ ഏകദിന പരമ്പര നേട്ടമാണിത്. ഏകദിനത്തിൽ ന്യൂസിലാൻഡിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമായി വിരാട് കോഹ്ലി മാറി. താരത്തിന്റെ 7ാം സെഞ്ചുറിയായിരുന്നു ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ കണ്ടത്. 12,662 റൺസുമായി ഏകദിനത്തിൽ 3ാം നമ്പറിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമായും വിരാട് കോഹ്ലി മാറി. സന്തോഷ് ട്രോഫി ആദ്യ മത്സരത്തിനൊരുങ്ങി കേരള ടീം. ജി സഞ്ജു നയിക്കുന്ന ടീമിന്റെ മുഖ്യ പരിശീലകൻ എം ഷഫീഖ് ഹസൻ. മുൻ ചാമ്പ്യന്മാരായ പഞ്ചാബിനെതിരെ ജനുവരി 22-നാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. സന്തോഷ് ട്രോഫി 79ാം പതിപ്പിൽ ഇക്കുറിയും കേരളത്തെ നയിക്കുന്നത് ജി സഞ്ജു തന്നെയാണ്. എറണാകുളം സ്വദേശിയായ പ്രതിരോധ താരത്തിന്റെ തുടർച്ചയായ 5ാം സന്തോഷ് ട്രോഫിയാണിത്. കഴിഞ്ഞ വർഷം റണ്ണേഴ്സ് അപ്പായ കേരള ടീമിന്റെ നായകനായിരുന്നു സഞ്ജു. കേരള പോലീസ് താരമായ സഞ്ജു സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം FC-യുടെ പ്രതിരോധ മുഖമാണ്. 22 അംഗ ടീമിൽ 9 പേർ പുതുമുഖങ്ങളാണ്. SLKയിലെ മികച്ച പ്രകടനമാണ് പലർക്കും ടീമിലേക്ക് അവസരം തുറന്നത്. പാലാരിവട്ടം റിനെ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ ടീമിനെ പ്രഖ്യാപിച്ചു. ദേശീയ ഗെയിംസിൽ സ്വർണം സമ്മാനിച്ച വയനാട് സ്വദേശി എം ഷഫീഖ് ഹസനാണ് മുഖ്യ പരിശീലകൻ. മുൻ സന്തോഷ് ട്രോഫി താരം എബിൻ റോസ് സഹപരിശീലകനാണ്. മുൻ ഇന്ത്യൻ താരം KT ചാക്കോ ഗോൾ കീപ്പിംഗ് കോച്ചായും അഹമ്മദ് നിഹാൽ റഷീദ് ഫിസിയോ വിഭാഗത്തിലും ടീമിനൊപ്പമുണ്ട്. വീഡിയോ അനലിസ്റ്റ് കിരൺ നാരായണനാണ്. ചടങ്ങിൽ ടീം ജേഴ്സിയും ടീം സോങ്ങും പുറത്തിറക്കി. 7 തവണ ചാമ്പ്യന്മാരായ കേരളം കഴിഞ്ഞ തവണ 1 ഗോളിന് നഷ്ടമായ കിരീടം തിരിച്ചുപിടിക്കാനാണ് ഇത്തവണ അസമിലേക്ക് പുറപ്പെടുന്നത്. 21-നാണ് സന്തോഷ് ട്രോഫി കിക്ക് ഓഫ്. 22-ന് മുൻ ചാമ്പ്യന്മാരായ പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. അസമിലെ സിലാപത്തർ ദഖുഖാന സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് ദേശീയ ലീഗ് അണ്ടർ 18 മത്സരത്തിൽ ജേതാക്കളായി കേരളം. വിവിധ ഇനങ്ങളിലായി 10 സ്വർണ്ണ മെഡലുകൾ നേടിയാണ് കേരളത്തിന്റെ നേട്ടം. കർണാടകം 2ാം സ്ഥാനവും ഡൽഹി 3ാം സ്ഥാനവും നേടി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് ദേശീയ ലീഗ് അണ്ടർ 18 മത്സരത്തിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടി കേരളം ചാമ്പ്യന്മാരായി. 3 സ്വർണം നേടി കർണാടകം 2ാം സ്ഥാനവും 2 സ്വർണം നേടിയ ഡൽഹി 3ാം സ്ഥാനവും നേടി. 16 സംസ്ഥാനങ്ങളിൽ നിന്ന് 124 കുട്ടികൾ 8 ഇനങ്ങളിൽ മത്സരിച്ചു. സമാപന സമ്മേളനത്തിൽ സായി LN CPE പ്രിൻസിപ്പൽ ഡോക്ടർ പ്രദീപ് ദത്ത വിജയികൾക്ക് സമ്മാനം നൽകി. സായി റീജിയണൽ ഹെഡ് ഡോക്ടർ ശരത്ചന്ദ്ര യാദവ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ വർഷ സബാലെ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ അംബു ആർ നായർ, ദേശീയ നിർവാഹക സമിതി അംഗം PE ശ്രീജയൻ എന്നിവർ പങ്കെടുത്തു. ജനുവരി 17-18 തീയതികളിലായി നടന്ന ചാമ്പ്യൻഷിപ്പ് ഇന്ത്യൻ ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കളരിപ്പയറ്റ് പ്രകടനവും അരങ്ങേറി. ഉദ്ഘാടന സമ്മേളനത്തിൽ സായി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വർഷ സബാലെ അധ്യക്ഷത വഹിച്ചു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ചീഫ് കോച്ച് MK രാജ്മോഹൻ, സായി അസിസ്റ്റന്റ് ഡയറക്ടർ P സെൽവമണി, കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK രാജഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ അംബു ആർ നായർ സ്വാഗതവും ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശ്യാം SK നന്ദിയും പറഞ്ഞു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. സംസ്ഥാനത്ത് റോളർ ഹോക്കി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ടൂർണമെന്റായ കേരള റോളർ ഹോക്കി പ്രീമിയർ ലീഗ് 2026-ന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ.
ജനുവരി 24 മുതൽ 26 വരെ നടക്കുന്ന 3 ദിവസത്തെ ലീഗ് എറണാകുളം ജില്ലയിലെ കാക്കനാട് ചെമ്പുമുക്കിലുള്ള അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടക്കും. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ളതുമായ KRSAയുടെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. 72ാമത് സീനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജനുവരി 20-ന് കൊല്ലം പുത്തംകുളത്തെ ഇസ്യാൻ സ്പോർട്സ് സിറ്റിയിൽ നടക്കും. കേരള സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്തിനായി 14 ജില്ലാ ടീമുകൾ മത്സരിക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. 8ാമത് കേരള സംസ്ഥാന CBSE ICSE ക്യുറോഗി പൂംസെ ബോയ്സ് ആൻഡ് ഗേൾസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 7-8 തീയതികളിൽ മാങ്ങാട്ടുപറമ്പിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ കീഴിലുള്ള കണ്ണൂർ ജില്ലാ തായ്ക്കൊണ്ടോ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കി വിജയ് ഹസാരെ ട്രോഫിയിൽ വിദർഭയ്ക്ക് കന്നി കിരീടം. ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ 8 വിക്കറ്റ് നഷ്ടത്തിൽ 317 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗരാഷ്ട്ര 48.5 ഓവറിൽ 279 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. വിദർഭയ്ക്കായി ഓപ്പണർ അഥർവ തദൈ സെഞ്ചുറി നേടി. ഷിയാസ് മെമ്മോറിയൽ ഓൾ ഇന്ത്യ ഫൈസ് ഹോക്കി ടൂർണമെന്റിന്റെ 3ാം സീസൺ 2026 ജനുവരി 24-25 തീയതികളിൽ മലപ്പുറത്തെ ചെമ്മങ്കടവിൽ നടക്കും. ടൂർണമെന്റിലെ വിജയികൾക്ക് 20,000 രൂപയും ട്രോഫിയും, റണ്ണേഴ്സ് അപ്പിന് 10,000 രൂപയും ട്രോഫിയും, 3ഉം 4ഉം സ്ഥാനക്കാർക്ക് ആകർഷകമായ ട്രോഫിയുമാണ് സമ്മാനം. 3,000 രൂപയാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ഗ്രൗണ്ട് ഫീസ്. 22ാമത് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 20-ന് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ അച്ചൂർ എസ്റ്റേറ്റിലെ പൊഴുതിനയിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ കേരള സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷനും പൊഴുതന ഗ്രാമപഞ്ചായത്തും സഹകരിച്ചാണ് ചാമ്പ്യൻഷിപ്പ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250-ൽ അധികം സൈക്ലിംഗ് താരങ്ങൾ പങ്കെടുക്കും. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.